ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഹീലിംഗ് തുടങ്ങുമ്പോൾ ഒരു വ്യക്തിയിൽ സംഭവിക്കുന്ന ആദ്യത്തെ മാറ്റം എന്നത് അയാളുടെ ബ്രെയിൻ പവർ കൂടുന്നു എന്നതാണ്. കാരണം ബ്രെയിൻ അതിന്റെ ഏറ്റവും കൂടുതൽ എനർജി വേസ്റ്റ് ചെയ്യുന്നത് ഭയപ്പെടാനും ഓവർ തിങ്ക് ചെയ്യാനും കുറ്റബോധം ഫീൽ ചെയ്യാനും ആശങ്കപ്പെടാനും ഒക്കെയാണ്. ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പാറ്റേൺസിനെയാണ് ആദ്യം റിമൂവ് ചെയ്യുന്നത്. അത് ബ്രെയിനിന്റെ ലോഡ് ഒരുപാട് കുറയ്ക്കും. അങ്ങനെയാണ് അത് ഫോക്കസ്, കൂടുതൽ ക്ലാരിറ്റിയോടെ ചിന്തിക്കാനുള്ള കഴിവ്, ഒരു കാര്യം മുന്നിൽ വരുമ്പോൾ അത് പെട്ടെന്ന് അനലൈസ് ചെയ്ത് പെട്ടെന്നൊരു തീരുമാനമെടുക്കാനുള്ള ഒരു കഴിവ്, കൂടുതൽ ഓർമ്മശക്തി, കൂടുതൽ ആത്മനിയന്ത്രണം എന്നിവ കൈവരാൻ തുടങ്ങുന്നത്. അതുപോലെ മനസ്സിന് കൂടുതൽ സമാധാനമുണ്ടാവുക, നല്ല ഉറക്കം കിട്ടുക, മനസ്സിലുള്ളത് മറ്റുള്ളവരുമായി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, ഉള്ളിൽ സെൽഫ് റെസ്പെക്റ്റും സെൽഫ് വർത്തും ഫീൽ ചെയ്യുക. ഇതെല്ലാം മൂലം നമുക്ക് റെസ്പെക്റ്റും വിലയും കരുതലും സ്നേഹവും എല്ലാം തരുന്ന നല്ല ബന്ധങ്ങൾ രൂപപ്പെടുക, ശരീരത്തിനും മനസ്സിനും കൂടുതൽ ഉന്മേഷം തോന്നുക, അതുപോലെ തന്നെ പണം നന്നായി കൈകാര്യം ചെയ്യാനുള്ള എഫിഷ്യൻസി കൈവരിക, പണത്തിനെ കുറിച്ചുള്ള ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറുക, സമൃദ്ധിയെ കൂടുതലായി ആകർഷിപ്പിക്കുന്ന ഉയർന്ന ക്വാളിറ്റിയുള്ള ചിന്തകൾ ഉണ്ടാവുക. ഇതെല്ലാം ഹീലിംഗ് കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളാണ്. നമ്മൾ ഹീലിംഗ് എന്ന പ്രയോഗം ഇപ്പോൾ ധാരാളമായി കേൾക്കുന്നതാണ്. അത് കേൾക്കുമ്പോൾ ഒട്ടും നിസ്സാരവൽക്കരിക്കാതെ നമ്മൾ ശരീരത്തെ സുഖപ്പെടുത്താൻ എടുക്കുന്നതിൻ്റെ 10 മടങ്ങ് താല്പര്യത്തോടു കൂടി ഹീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിക്കണമെന്നുള്ളതാണ്. നമുക്ക് നിത്യജീവിതത്തിലെ ചെറിയ ചെറിയ പ്രാക്ടീസുകളിലൂടെ മികച്ച സബ് കോൺഷ്യസ് മൈൻഡ് ഹീലിംഗ് സാധ്യമാണ്. ഞാൻ തന്നെ തന്നിട്ടുള്ള താങ്ക് യുവിന്റെ പ്രാക്ടീസും ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഒരു മനോഭാവവും എല്ലാം സബ് കോൺഷ്യസ് മൈൻഡ് ഹീലിംഗിന്റെ മികച്ച ഉപാധികളാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു.